ഞാൻ കണ്ണടക്കില്ല. നമ്മളിങ്ങനെ ശ്രമിച്ചോണ്ടേയിരിക്കണോ? കുഞ്ഞിനെ ഐശ്വര്യമായിട്ട് എന്റെ മടിയിലേക്ക് വെച്ച് തന്നോളൂ. ഞാനൊന്ന് അനുഗ്രഹിക്കട്ടെ. മോളും മോളെ സ്നേഹിക്കുന്നവരെ. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് പ്രേക്ഷകരെയൊക്കെ നെഞ്ചിടിപ്പിക്കുന്ന നിമിഷങ്ങൾ തന്നെ. അതേ കൂട്ടുകാരെ, നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കൂടെ അവര് വീണ്ടും കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത്, അതായത് അമ്മയുടെ അടുത്ത് നമ്മുടെ മകൻ പ്രതാപം പറയുന്നുണ്ട്, നമ്മൾ ശ്രമിക്കാതിരിക്കരുത് അമ്മേ, ഏതെങ്കിലും ഒരു സമയം അവർക്കിട്ട് പണി കിട്ടുക തന്നെ ചെയ്യും, നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയാട്ടോ. അപ്പൊ നമ്മുടെ മുത്തശ്ശിക്ക് അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇപ്രാവശ്യവും. പക്ഷെ അപ്പുറത്താണെങ്കിലോ നമ്മുടെ ഒരു ഗുണ്ട കൃത്യസമയത്ത് അവിടേക്ക് വന്ന് കേറുന്നുണ്ട്, നമ്മുടെ മഹാലക്ഷ്മിയുടെ അങ്ങോട്ടേക്ക്. അപ്പൊ അവിടെ ആണെങ്കിൽ നമ്മുടെ കണ്ണനും അനന്തവും സാഗറും തമ്മിൽ ചർച്ചയാണ്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, കേസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ശേഷം നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കാൻ പോവാണേ. അപ്പൊ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കുഞ്ഞിനേക്ക് ഇങ്ങനെ താലോലിച്ച് ഇങ്ങനെ ആ ഒരു ചടങ്ങ് ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായിട്ടൊരു സ്വാമിജി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം, ഞാൻ നല്ലൊരു ശുഭകാര്യം നടക്കാൻ പോവല്ലേ, കുഞ്ഞിനിങ്ങ് തന്നേ എന്നും പറഞ്ഞ് കയ്യിൽ വെച്ചിട്ട് എന്തൊക്കെയോ കുഞ്ഞിന്റെ നെറ്റിയിൽ പെരട്ടി കൊടുക്കുന്നതും കാണാം. അതിനുശേഷം നമ്മുടെ സ്വാമിജി ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ച് തിരികെ പോകുന്നതും കാണാം. ഇനി എന്തൊക്കെ അപകടങ്ങളാകും അവിടെ സംഭവിക്കാൻ പോകുന്നത്. കുഞ്ഞിന്റെ ദേഹത്ത് പെരട്ടിയ ആ ഒരു തൈലത്തിൽ എന്തെങ്കിലുമൊക്കെ കലർത്തിയിട്ടുണ്ടാകും. അത് നമ്മുടെ പ്രതാപൻ കൊടുത്തുവിട്ട ആള് തന്നെ, പ്രതാപൻ പറഞ്ഞു വിട്ട ആള് തന്നെ ആയിരിക്കും അത്, അല്ല കൂട്ടുകാരെ? എന്തായാലും കുഞ്ഞ് ഇനി എങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്നുള്ളത്. അപ്പൊ നമ്മുടെ സ്വാമിജി ഇതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോ നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും എന്തോ സംശയം തോന്നി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? കാത്തിരിക്കാട്ടോ. ഇപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.